എങ്ങനെയാണ് ഈ ഒരു മലയോര ജനതയിലെ ജനങ്ങൾ ഈ ഒരു തെരഞ്ഞെടുപ്പിൽ ഇപ്പോൾ പ്രതികരിച്ചിരിക്കുന്നത്? തീർച്ചയായും ഇലക്ഷനോടനുബന്ധിച്ച് വരുന്ന റിസൾട്ടുകളിൽ കത്തോലിക്ക കോൺഗ്രസിന്റെ നിലപാടുകൾ അന്നും ഇന്നും വളരെ കൃത്യമായിരുന്നു. ജനങ്ങളുടെ, പ്രത്യേകിച്ച് മലയോര മേഖലയിലെ കർഷക ജനങ്ങളുടെ വന്യമൃഗ ശല്യവുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രശ്നങ്ങൾ, നമ്മളുടെ ആളുകൾ നേരിടുന്ന പ്രശ്നങ്ങൾ, പ്രത്യേകിച്ച് JB കോശി കമ്മീഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രശ്നങ്ങളെല്ലാം കത്തോലിക്ക കോൺഗ്രസ് സംഘടന സമൂഹത്തിന് മുമ്പിൽ അവതരിപ്പിച്ചതാണ്. പ്രത്യേകിച്ച് കർഷകരുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയം. ഒരു കാര്യം വയനാട്ടിൽ കൃത്യമാണ്, ഇടതെന്നോ വലതെന്നോ വിജയം തോൽവി എന്നതിനേക്കാൾ അപ്പുറത്ത് ജനങ്ങളുടെ കൂടെ നിൽക്കുന്ന നേതാക്കന്മാരെ ജയിപ്പിക്കുവാൻ വയനാട്ടിലെ ജനങ്ങൾ പ്രത്യേകം ശ്രദ്ധിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ വയനാട്ടിൽ പ്രമുഖരായിരുന്ന പല നേതാക്കന്മാരും തോറ്റു പിന്മാറിയപ്പോഴും ജനങ്ങൾ ഉള്ളിൽ കൊണ്ടു നടന്ന, ജനങ്ങളോടൊപ്പം ജനങ്ങളുടെ വിഷയങ്ങളിൽ നിരന്തരം ഇടപെട്ടുകൊണ്ടിരുന്ന ആളുകളെ പാർട്ടിയുടെയോ ചിഹ്നത്തിന്റെയോ പശ്ചാത്തലത്തിൽ അല്ലാതെ തന്നെ വിജയിപ്പിക്കുവാൻ വയനാട്ടിലെ ആളുകൾ പ്രത്യേകം ശ്രദ്ധിച്ചിരുന്നു എന്നുള്ളത് വളരെ ശ്രദ്ധേയമായ ഒരു കാര്യമാണ്. ചില ഇടങ്ങളിലൊക്കെ എവിടെയൊക്കെ സമുദായവും സമുദായത്തിന്റെ ആവശ്യങ്ങളും തിരസ്കരിക്കപ്പെട്ടിട്ടുണ്ടോ അവിടെയൊക്കെ മുൻകാലങ്ങളിൽ ജയിച്ച് ഇരുന്ന പാർട്ടികളെയും ചിഹ്നങ്ങളെയും ഒക്കെ തോൽപ്പിക്കുവാൻ പോലും കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതും സംഘടനയുടെ അല്ലെങ്കിൽ ഇവിടുത്തെ മലയോര ജനതയുടെ വോട്ടർമാരുടെ ഒരു പ്രത്യേകതയായിട്ട് തന്നെ കണക്കാക്കി. ഒട്ടുമിക്ക ഗ്രാമപഞ്ചായത്തുകളിലും ഒന്നോ രണ്ടോ ഒഴികെ ബാക്കി എല്ലായിടത്തും ഇടത് പക്ഷത്തെ താഴെ നിർത്തിക്കൊണ്ട് UDF ആണ് മുന്നോട്ട് കൊണ്ടിരിക്കുന്നത്. ജില്ലാ പഞ്ചായത്തിൽ ബഹുഭൂരിപക്ഷവും സീറ്റുകളിലോട്ട് വരികയാണ്. കൽപ്പറ്റയിൽ ആണ് ഒരു പ്രശ്നം സംഭവിച്ചിരിക്കുന്നത്. അവിടെയെല്ലാം കർഷകരായിട്ടുള്ള, മലയോര കർഷകരായിട്ടുള്ള ആളുകളുടെ പ്രശ്നങ്ങൾക്ക് ചെവി കൊടുക്കാതിരുന്ന ഇടങ്ങളിലെല്ലാം ഏതേത് പാർട്ടികളായിരുന്നോ മത്സരിച്ചു കൊണ്ടിരുന്നവരെല്ലാം താഴെ വന്നിട്ടുണ്ട്. ഞാന് സമുന്നതരായ വോട്ടർമാർക്കാണ് നന്ദി പറയുന്നത്. കാരണം വിവേചന ബുദ്ധിയോടും ജനത്തോടൊപ്പം നിൽക്കുകയും ചെയ്യുന്ന നേതാക്കന്മാരെ തെരഞ്ഞെടുക്കുവാൻ ഇന്നും പ്രബുദ്ധരായ വോട്ടർമാർ ഉണ്ട് എന്ന് കേരളത്തെയും വയനാടിനെയും ഒക്കെ അറിയിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത്. എൻ്റെ വാർഡ് എന്ന് പറയുന്നത് പനമരം പഞ്ചായത്തില് 6ാം വാർഡാണ്. അവിടെ ശക്തമായ പോരാട്ടമായിരുന്നു. കർഷകരോടൊപ്പം നിരന്തരം ഉണ്ടായിരുന്ന, കർഷക വിഷയങ്ങളിൽ ഇടപെട്ടുകൊണ്ടിരുന്ന സെബാസ്റ്റ്യൻ PG എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ 402 വോട്ടിന്റെ ലീഡിനാണ് ജയിച്ചിട്ടുള്ളത്. അപ്പോൾ വളരെ വ്യക്തമാണ് ചിത്രം. ജനങ്ങളോടൊപ്പം നിൽക്കുന്നവരെ ജനങ്ങൾ എന്നും പിന്തുണയ്ക്കും എന്നുള്ളതാണ് എൻ്റെ ഒരു കാഴ്ചപ്പാടും കത്തോലിക്ക കോൺഗ്രസിന്റെ പ്രതിനിധി എന്ന രീതിയിൽ എനിക്ക് പറയാനുള്ളത്. നമ്മൾ മുമ്പോട്ട് വയ്ക്കുന്ന, തെരഞ്ഞെടുപ്പിന് ശേഷവും നമ്മൾ മുമ്പോട്ട് വയ്ക്കുന്ന കാര്യം ഇതാണ്: ജനങ്ങൾക്ക് ഉള്ള ആവശ്യങ്ങൾ അത് നിറവേറ്റുന്ന നേതാക്കന്മാരും വിജയികളുമായിരിക്കണം ഇനി മുമ്പോട്ടുണ്ടാകേണ്ടത്. ജനങ്ങളെ തിരസ്കരിക്കുന്നവരെ തീർച്ചയായിട്ടും തെരഞ്ഞെടുപ്പുകളിൽ ജനം തിരസ്കരിക്കും. അതിന്റെ വ്യക്തമായ ചിത്രമാണ് വയനാട്ടിൽ നിന്നുള്ളത്. തീർച്ചയായിട്ടും അത് പറയുമ്പോൾ ഈ ഒരു തെരഞ്ഞെടുപ്പിന്റെ ഒരു സൗന്ദര്യം തന്നെ അതായിരുന്നു. ഇപ്പൊ തൊട്ടു മുമ്പ് നമുക്ക് വന്നൊരു ബ്രേക്കിംഗ് ന്യൂസ് എന്ന് പറയുന്നത് മുനമ്പത്ത് ആ ഒരു പ്രശ്നം ബാധിത മേഖലയിൽ BJP ആദ്യ ജയം നേടിയെന്നുള്ളതാണ്. BJP അവിടെ ആദ്യമായിട്ടാണ് ജയിക്കുന്നത് പോലും ആ ഒരു വാർഡിൽ എന്നുള്ളത്, പള്ളിപ്പുറം പഞ്ചായത്തിലെ ആ വാർഡിൽ. അപ്പോൾ അത്തരത്തിൽ ജനങ്ങൾ തങ്ങൾക്കൊപ്പം നിൽക്കുന്നത് ആരോ, മുൻപ് നിന്നിരുന്ന അല്ലെങ്കിൽ തങ്ങൾ പാരമ്പര്യമായിട്ട് കുത്തിപ്പോന്നിരുന്ന ആ ഒരു ചിഹ്നത്തിൽ പോലും കുത്താതെ തങ്ങളുടെ ആവശ്യങ്ങൾ ആരാണോ ഈ ഒരു പ്രാവശ്യം ഞങ്ങളുടെ കൂടെ നിന്നേ അതിനനുസരിച്ച് അവർ ചിഹ്നം മാറി കുത്താനായിട്ട് ജനങ്ങൾ പഠിച്ചു എന്നുള്ളത്, അല്ലെങ്കിൽ അതവർ തെളിയിച്ചു എന്നത് തന്നെയല്ലേ ഈ ഒരു തെരഞ്ഞെടുപ്പ് ഇപ്പോൾ നമ്മുടെ ഈ വ്യത്യസ്തമായ രാഷ്ട്രീയ പാർട്ടികളെ മുന്നിൽ വെക്കുന്നത്. നമ്മുടെ മുമ്പോട്ട് വെച്ചിട്ട് ആരോടും നമുക്ക് അടുപ്പവുമില്ല, ഒരു പാർട്ടിയോടും നമുക്ക് അടുപ്പവുമില്ല. ഇത് നമ്മുടെ നിലപാടാണ്. നമ്മൾ പറഞ്ഞു വെച്ചിരുന്ന കാര്യം ഇതായിരുന്നു: മലയോര കർഷകർ, മലയോര കർഷകർ തീർച്ചയായിട്ടും ഇടപെടണം, അവരുടെ കാര്യങ്ങളോട് മുഖം തിരിക്കരുത്. അങ്ങനെ ചില ഇടങ്ങളിലൊക്കെ വളരെ വ്യക്തമാണത്. ചില ഇടങ്ങളിൽ ക്രൈസ്തവ വോട്ടിന് നേരെ തീർത്തും മുഖം മറയ്ക്കുന്ന മനോഭാവങ്ങളുണ്ട്.